അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അവസാനത്തെ ഇനം ഈ പിൻപറ്റുന്ന വിഷയത്തിൽ അതേതാ? ഏകവചനാണെങ്കിൽ ഏകവചനമായിരിക്കണം, ബഹുവചനാണെങ്കിൽ ബഹുവചനമായിരിക്കണം, ദ്വിവചനാണെങ്കിൽ ദ്വിവചനമായിരിക്കണം. ദ്വിവചനം നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അത് പിന്നെ പഠിക്കും പുസ്തകം ഒന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പക്ഷേ ഈ പുസ്തകത്തിൽ ബഹുവചനവും ഏകവചനവും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്നൂത്ത് ഏകവചനാണെങ്കിൽ നാത്തും ഏകവചനമായിരിക്കും, മന്നൂത്ത് ദ്വിവചനാണെങ്കിൽ നാത്തും ദ്വിവചനമായിരിക്കും, ബഹുവചനാണെങ്കിൽ മന്നൂത്ത് നാത്തും ബഹുവചനമായിരിക്കും. അപ്പോൾ സാലിക്ക നമ്മൾ പഠിച്ചൊരു ഇസ്മുൽ ഇഷാരയാണ്. അതിൻ്റെ ബഹുവചനം ഉലായിക്കയാണ്. ഓക്കെ, ഉലായിക്ക. സാലിക്ക എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ പിന്നെ അത് എന്ന് പറയാൻ, പിന്നെ ഉലായിക്ക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ആദ്യത്തേത് ഉലായിക്ക തുല്ലാബുൻ ജുദുദുൻ. ഉലായിക്ക തുല്ലാബുൻ ജുദുദുൻ. അക്കൂട്ടർ അല്ലെങ്കിൽ അവർ പുതിയ വിദ്യാർത്ഥികളാകുന്നു. ഉലായിക്ക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ അല്ലെങ്കിൽ അവർ പുതിയ വിദ്യാർത്ഥികളാകുന്നു. ശരിക്കും നായത്തില്ലാണ്ട് നമ്മളിതിങ്ങനെ പറയാം, ഉലായിക്ക തുല്ലാബുൻ, അക്കൂട്ടർ വിദ്യാർത്ഥികളാകുന്നു. ഉലായിക്ക മുബ്തദഉൻ മർഫൂൻ, തുല്ലാബുൻ ഖബറുൻ മർഫൂൻ. ഓക്കെ, നമ്മൾ ഉലായിക്ക പഠിച്ചിട്ടില്ല. അപ്പോൾ ഉലായിക്കും അതേപോലെ തന്നെ നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ അത് തുടക്കത്തിൽ വന്നാൽ അത് ഇസ്മായോണ്ട് അത് മുബ്തദ മർഫൂ ആണ്. ഹാദ ഹാദിഹി പോലെ തന്നെ ഉലായിക്കയും, ദാലിക്ക തിൽക്ക പോലെ തന്നെ ഉലായിക്കയും അങ്ങനെ പറയാം. അർത്ഥത്തിന് വ്യത്യാസമേ ഉള്ളൂ, ഗ്രാമർ ഒന്ന് തന്നെ. ഉലായിക്ക മുബ്തദ സ്ഥാനത്ത് വന്നുകൊണ്ട് തുടങ്ങുന്ന ഇസ്മായോണ്ട് മുബ്തദഉൻ മർഫൂൻ, ഉലായിക്ക ഇസ്മാണ്. അപ്പോൾ ഉലായിക്ക തുല്ലാബ് എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ വിദ്യാർത്ഥികളാകുന്നു, അവർ വിദ്യാർത്ഥികളാകുന്നു. ഇനി വിദ്യാർത്ഥികളെ വിശേഷിപ്പിക്കണം. അപ്പോൾ ജദീദുൻ്റെ ബഹുവചനം എഴുതണം. ഇനി ഇവിടെ ജദീദുന്ന് എഴുതാൻ പാടില്ല. പിന്നെ മുസക്കറും ആയിരിക്കണം, കാരണം വിദ്യാർത്ഥികളുടെ പുല്ലിംഗാണ്, ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ നാത്തും മന്നൂത്തും പിൻപറ്റണം. അപ്പോൾ തുല്ലാബുൻ വിദ്യാർത്ഥികൾ ബഹുവചനായോണ്ട് ജുദുദുൻ. ജദീദിൻ്റെ ബഹുവചനം എന്താ? ജുദുദുൻ. ഓക്കെ, ജദീദിൻ്റെ ബഹുവചനം എന്താ? ജുദുദുൻ. അപ്പോൾ തുല്ലാബുൻ ബഹുവചനം, മന്നൂത്ത് ബഹുവചനമായതുകൊണ്ട് നാത്തും എന്തായി? ബഹുവചനം ആയി. ബാറക്കല്ലാഹു ഫീക്കും. മനസ്സിലാകാത്തവർ വിഷമിക്കണ്ട, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ക്ലാസ്, ഈ പാഠം കഴിഞ്ഞ് പുസ്തകം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ക്ലിയർ ആവും. ക്ലിയർ ആകാത്തവർ ബേജാറാകേണ്ട ആവശ്യമില്ല. ഇനി ഏകവചനാണെങ്കിലോ, ഉലായിക്കൻ്റെ ഏകവചനാണ് ദാലിക്ക. ദാലിക്ക ത്വാലിബുൻ, ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതൊരു വിദ്യാർത്ഥിയാകുന്നു. ദാലിക്ക മുബ്തദഉൻ മർഫൂൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂൻ. ഇനി ഈ വിദ്യാർത്ഥിനെ വിശേഷിപ്പിക്കണം. അപ്പോൾ വിദ്യാർത്ഥിയുടെ ഏകവചനാണ്. അപ്പോൾ മന്നൂത്ത്, വിദ്യാർത്ഥിയാണ് മന്നൂത്ത്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കണം, ഒരു നാത്ത് കൊണ്ടുവരണം. അപ്പോൾ ആ നാത്തും എന്തായിരിക്കണം? ഏകവചനായിരിക്കണം. അപ്പോൾ ത്വാലിബുൻ ജദീദുൻ. വദാലിക മുബ്തദഉൻ മർഫൂൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂൻ, ജദീദുൻ നാത്ത്. ജദീദുൻ നാത്ത്. ഓക്കെ, അപ്പോൾ തുല്ലാബുൻ ബഹുവചനായപ്പോൾ, മന്നൂത്ത് ബഹുവചനായപ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ജുദുദുനും എന്തായി? ബഹുവചനായി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ത്വാലിബുൻ അതിൻ്റെ ഏകവചനാണ്, അത് ഏകവചനായപ്പം നാത്തും എന്തായി? ജദീദുൻ ഏകവചനായി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മുസക്കറാണെങ്കിൽ മന്നൂത്ത് നാത്തും മുസക്കറായിരിക്കും. മുഅന്നസ് ആണെങ്കിൽ മന്നൂത്ത് നാത്തും മുഅന്നസായിരിക്കും. മാരിഫയാണെങ്കിൽ മന്നൂത്ത് നാത്തും മാരിഫയായിരിക്കും. നക്കിറയാണ് മന്നൂത്തെങ്കിൽ നാത്തും നക്കിറയായിരിക്കും. ഏകവചനാണ് മന്നൂത്തെങ്കിൽ നാത്തും ഏകവചനമായിരിക്കും. ബഹുവചനാണ്
മന്നൂത്തെങ്കിൽ നാത്തും ബഹുവചനായിരിക്കും. മർഫു ആണ് മന്നൂത്തെങ്കിൽ നാത്തും മർഫു ആയിരിക്കും. മജ്റൂറാണ് മന്നൂത്തെങ്കിൽ നാത്തും മജ്റൂറായിരിക്കും. മൻസൂബാണ് മന്നൂത്തെങ്കിൽ നാത്തും മൻസൂബായിരിക്കും. ബാറകല്ലാഹു ഫീക്കും.